നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയോ കാപ്പിയുടെ കൂടെയോ ഒക്കെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നാവിൽ നിന്ന് രുചി പോവുകയില്ല. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി മുഴുവനോടെ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് നെടുകെ കീറിയിട്ടുണ്ട്. സവാള ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. അല്പം ഉപ്പും ചേർത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് അത്യാവശ്യം നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമുള്ള അത്രയും ഇട്ട് കൊടുക്കാം. ഉണക്കമുളകായാലും മതി, കുറച്ച് എരിവുള്ളതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇതൊന്നും കരിഞ്ഞു പോകരുത്, നന്നായി വഴന്നാൽ മാത്രം മതി. ഇനി വേണ്ടത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു കളറിന് വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് തരിതരിപ്പായി അരച്ചെടുക്കണം. ഇനി ഒരു പിഞ്ച് മാത്രം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ചെറുതായി കട്ട് ചെയ്തെടുത്ത മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയെടുത്ത കോഴിമുട്ടയാണ്. അതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ മസാല കുറേശ്ശെ എടുത്ത് ഒരു പീസിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ചധികം തന്നെ വെച്ച് കൊടുക്കാം. ഇനി മറ്റേ പീസ് കൊണ്ട് ഇതിനെ കവർ ചെയ്തെടുക്കണം. ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി ഉറപ്പിക്കാം. ഇത് ചായയുടെ കൂടെ മാത്രമല്ല, കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചായക്ക് കൊടുക്കാൻ സ്നാക്സ് ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാനും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ്.